ഇടതുപക്ഷ ഭരണം സംസ്ഥാനത്തുള്ളപ്പോൾ അതിനെതിരായിട്ട് ഫലപ്രദമായ പ്രതിരോധവും ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചിരുന്നു. ഇപ്പോൾ ഇന്നലെ വി.ഡി. സതീശനും നരേന്ദ്രമോദിയും തമ്മിൽ കൂടിക്കാഴ്ച നടന്നിരിക്കുകയാണ്. അതിൻ്റെ പിറ്റേന്ന് തന്നെ ഇത്തരത്തിലുള്ള ഒരു ഇ.ഡി. പരിശോധന മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് പിണറായി വിജയൻ്റെ വീട്ടിലേക്ക് നടക്കുന്നു എന്നുള്ളത് തീർച്ചയായും വളരെ അപലപനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. സംഘപരിവാറിൻ്റെ ഭരണകൂട ഉപകരണമായിട്ട് മാറിയിട്ടുള്ള ഇ.ഡി. കുറച്ചു കാലമായിട്ട് തുടരുന്ന വളരെ ഹീനമായ നിലയിലുള്ള വേട്ടയാടലുകൾ UDF അധികാരത്തിൽ വന്നതിന് ശേഷം സത്യപ്രതിജ്ഞയ്ക്ക് ഒരാഴ്ച പിന്നിടുമ്പോഴേക്കും വളരെ സജീവമായിട്ട് ഇവിടെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇ.ഡി. തീർച്ചയായും BJP RSS സംഘപരിവാര ശക്തികളുടെ ഒരു ഉപകരണമായിട്ട് പ്രവർത്തിക്കുകയാണെന്ന് മുൻഘട്ടങ്ങളിലൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. ഇടതുപക്ഷ ഭരണം സംസ്ഥാനത്തുള്ളപ്പോൾ അതിനെതിരായിട്ട് ഫലപ്രദമായ പ്രതിരോധവും ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചിരുന്നു. വർഗീയ സംഘർഷങ്ങളില്ലാത്ത സംസ്ഥാനമായി 10 വർഷക്കാലം കേരളത്തെ നിലനിർത്താൻ ഇടതുപക്ഷ ഗവൺമെൻറ്റിനായി എന്നുള്ളത് അഭിമാനപൂർവ്വം തന്നെ അനുസ്മരിക്കുകയാണ്. വർഗീയതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചുകൊണ്ട് നട്ടൽ ഉയർത്തിപ്പിടിച്ചു നിന്ന് പ്രതിരോധം സൃഷ്ടിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ പരാജയപ്പെടുത്തുന്നതിന് BJP UDFനെ സഹായിച്ചിട്ടുള്ളത്. വളരെ വ്യക്തമായി വിവിധ മണ്ഡലങ്ങളിലെ വോട്ടിംഗ് നില പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. BJPയുടെ വോട്ടുകൾ UDFന് പോയിരിക്കുകയാണ്. BJPയുടെ സംസ്ഥാന നേതൃത്വത്തിലുള്ള ഏതാനും പേരെ അങ്ങോട്ട് സഹായിക്കുകയും അതിൻ്റെ ബാക്കിയായി മറ്റ് മണ്ഡലങ്ങളിലെല്ലാം UDFന് BJP വോട്ടുകൾ സമാഹരിക്കുകയും ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നലെ വി.ഡി. സതീശനും നരേന്ദ്രമോദിയും തമ്മിൽ കൂടിക്കാഴ്ച നടന്നിരിക്കുകയാണ്. അതിൻ്റെ പിറ്റേന്ന് തന്നെ ഇത്തരത്തിലുള്ള ഒരു ഇ.ഡി. പരിശോധന മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് പിണറായി വിജയൻ്റെ വീട്ടിലേക്ക് നടക്കുന്നു എന്നുള്ളത് തീർച്ചയായും വളരെ അപലപനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് അവിശുദ്ധ ബന്ധങ്ങളുടെ ചരടുവലികൾ നടക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. ഒരു കാര്യം മാത്രം ഞങ്ങൾക്ക് പറയാനുള്ളത്, വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഞങ്ങളുടെ പോരാട്ടങ്ങൾ ഇതുകൊണ്ടൊന്നും അവസാനിക്കില്ല എന്ന് മാത്രമല്ല, പൂർവാധികം ഊർജിതമായിട്ട് അത് തുടരുക തന്നെ ചെയ്യും. ഇന്നലെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മോദിയെ കണ്ടതിന് ശേഷമുള്ള ഒരു ഡീലാണെന്നാണോ പറയുന്നത്? ഇത് കുറേ കാലമായി തുടരുന്ന അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ കൂടെ പ്രതിഫലനമാണ് നമുക്കിതിൽ കാണാൻ കഴിയുക.